എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ദിവസം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടിയുണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. കാരണം ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. ഇന്നലെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ആംബുലൻസ് രോഗിയില്ല, അതിങ്ങനെ ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ജഗ്ഗി ഓൺലൈനിലൂടെ വിളിച്ച് പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നത്, അവരെ സ്വിഗ്ഗി സൊമാറ്റോ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി, ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ പലയിടത്തും ഇത് കൊണ്ട കൊടുക്കുന്നത്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്. ഇതുവരെ ചെയ്തൊക്കെ ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കണം. ഇത് ചെയ്താൽ അവരെ ഞങ്ങൾ പോലീസ് പരിശോധിക്കും, കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രതിജ്ഞയെടുക്കുകയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ് ഈ ജൂൺ 26. അന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി ഉണ്ടാകും. MP-മാർ പങ്കെടുക്കും. പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തുഫാൻ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഓപ്പറേഷൻ സ്ട്രൈക്ക്, പോലീസ് കടന്നു ചെന്ന് അത് റെയ്ഡ് ചെയ്ത് പിടിക്കുക. ഇപ്പം ജനങ്ങൾ റെയ്ഡ് ചെയ്ത് തുടങ്ങി, എല്ലായിടത്തും പഞ്ചായത്തുകൾ പോയി റെയ്ഡ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പോലീസ് റെയ്ഡ് ചെയ്ത് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, മയക്കുമരുന്ന് പിടിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കഴിഞ്ഞ 17